റൂഫിൻ്റെ വർക്ക് ഇതേ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കുകൾ പ്ലാറ്റ്ഫോമെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി സ്ക്രൂ ചെയ്യാൻ ബാലൻസ് ഉള്ളത്. റൂഫിൽ വയ്ക്കാനുള്ള ഡിസൈൻ വർക്കുകളാണ് ഇവിടെ അലൈൻമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗിറ്റാറിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് ഡാമേജ് ഒന്നും കൂടാണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ വീണ്ടും വിൻസമ്മോൻ സ്ക്രൂ ചെയ്യുകയാണ്. ഒപ്പം തന്നെ അതേ സൈഡിലുള്ള പോസ്റ്റുകൾ എല്ലാം നമ്മൾ ഫോം വെച്ച് കവറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. പടം കംപ്ലീറ്റ് ആയി. പിന്നെ കട്ടിങ്ങാണ് ചെയ്യണത്. കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ചടപടയെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരുകൾ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ റൂഫിൻ്റെ പണി ചെയ്യുന്നുണ്ട്, പ്ലാറ്റ്ഫോമിൻ്റെ പണി ചെയ്യുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പണി നമ്മൾ പുറത്തുനിന്ന് ചെയ്യണില്ല, അല്ല നമ്മുടെ വീട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി. പുറത്തുനിന്നുള്ളൊരു പണിക്കാരില്ല, നമ്മുടെ വീട്ടുകാർ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇതേ 2 ഹാർട്ട് ഷേപ്പ് ലവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഗിറ്റാറിൻ്റെ അടിയിൽ മുകളിലായിട്ട് വെക്കാനായിട്ട് ബാക്കിയുള്ള സ്പേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലവ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഗിറ്റാറും റെഡിയായി. ഇത് റെക്സിനല്ല, വെൽവെറ്റ് ഫോമാണ് ചെയ്തിരിക്കുന്നത്. നല്ല മഞ്ഞ കളറാണ്. അത് കറക്റ്റ് വെയിലത്ത് പിടിച്ചാലാണ് കളർ അറിയുള്ളൂ. പിന്നെ നമുക്ക് വേറെ ഡിസൈനും കൂടി ചെയ്യാനുണ്ട്. അതും കൂടിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെയും കൂടിയും ഒരു ഫൈനൽ പണി കാണിച്ചു തരാം. ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ അപ്പോൾസറി ചെയ്യുന്നത്. വിജയേട്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണം ആളൊറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ചെയ്യാണ്. ഇപ്പം നമ്മൾ കൊണ്ടാവുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞ് 9:30 പരീക്ഷ കഴിഞ്ഞ് 10:30 ജൈവിനും എത്തിയിട്ടുണ്ട്. പരീക്ഷ പിന്നെ പെട്ടെന്ന് കഴിയുന്ന കാരണം ആൾ പെട്ടെന്ന് സ്ഥലത്തെത്തും. അപ്പോൾ ഇതാണ് റൂഫിൽ വെച്ചിരിക്കുന്നത്. റൂഫിൽ വയ്ക്കാനുള്ള പോർഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. വലിയ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ആ 2 ലവും വെച്ചു. ഓക്കെ, അടിപൊളി. അപ്പോൾ കുറച്ച് സ്ക്രൂ കുറവ് വന്നു. അപ്പോൾ ഞങ്ങളിത് ഓട്ടോറിക്ഷ എടുത്തിട്ട് നേരെ രണാവിൽ പോയിട്ട് സ്ക്രൂ ഒക്കെ മേടിച്ച് തിരിച്ചു വരുന്ന വഴിയാണിത്. ഞങ്ങളുടെ ബെൻസമ്മൻ്റെ ഓട്ടോറിക്ഷയാണിത്. അപ്പോൾ ഞങ്ങളിത് വീടെത്താറായി. അപ്പോൾ വീണ്ടും അതിന് സ്പേസറൊക്കെ ഇട്ടിട്ട് ആ ലവും മറ്റേ ഗിറ്റാറും എല്ലാം കൂടി സ്പേസർ ഇട്ട് ഉള്ളിൽ ലൈറ്റ് വയ്ക്കാനുള്ള സെറ്റപ്പിലാണ്. എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പഴയ 12 സീറ്റിൻ്റെ റൂഫാണ്. അത് ഇത്ര ലെങ്ത് ഇല്ല. TV ക്യാബിനുള്ളായിരുന്ന കാരണം